ദമാമെന്ന് ജിദ്ദയിലേക്ക് ലോഡ് ഇറക്കാൻ വേണ്ടി വന്നതാണ്. ജിദ്ദയിൽ പോയി ലോഡ് ഇറക്കി തിരിച്ച് വരുന്ന വഴിയാണ്. ഉച്ചയായി, ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കിയതാണ്. ഈ പോണ വണ്ടികളുണ്ട നേരെ റിയാദ് ഹൈവേ പോയി ഇറങ്ങും. അതാണ്ട ടിപ്പർ ഓണുണ്ട അവിടെ റിയാദിലേക്ക് 800 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് പോകാൻ വെച്ചിട്ടാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് തായിഫ് എന്നാണ്. തായിഫിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കി നിർത്തി. ഇതെവിടെ ഒരു ഹോട്ടലുണ്ടോ, ആ കാണുന്ന അപ്പുറത്ത് ഒരു ഹോട്ടലുണ്ടോ, ആ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ റഹ്മത്ത റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇവിടെ ഊണുണ്ട്, നല്ല ഫുഡാണ് ഇവിടുത്തെ. ബിരിയാണിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ചിക്കൻ ബിരിയാണി ഇവിടുത്തെ നല്ല ബിരിയാണിയാണ്. ഇതാണ്ടോ റഹ്മത്ത റെസ്റ്റോറൻറ്റ്. ഇതിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നത്. ഇവിടുന്ന് ഊണ് കഴിച്ചിട്ട് ഒരു ബിരിയാണി പാർസൽ വാങ്ങിയിട്ടാണ് ഇവിടുന്ന് പോകാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വെച്ചിട്ട് റിയാദ് പോയിട്ട് ഇനി ഫുഡ് കഴിക്കുള്ളൂ. പിന്നെ ആ വണ്ടിയിൽ വെച്ചിട്ട് റിയാദ് എത്തിയിട്ട് ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ ഇവിടുന്ന് പാർസൽ വാങ്ങി പോകാൻ വെച്ചിട്ടാണ് കഴിച്ചിട്ട്. ആ വണ്ടി അപ്പുറത്തിട്ടുണ്ട്. അവിടുന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നാണ്. അവിടെ ഉള്ളിൽ കയറി കയ്യൊക്കെ കഴുകി ഓർഡർ ചെയ്തു. ഊണ് വന്ന് ഊണിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. മോര് കറിയുണ്ട്, കയ്പ്പിക്ക തോരൻ, അങ്ങനെ വെണ്ടയ്ക്ക തോരൻ, പിന്നെ ഇഞ്ചിപ്പുളിയുണ്ട്, ബീട്രൂട്ട് ഉപ്പേരിയുണ്ട്, മീൻ വറുത്തതുണ്ട്. ഫുഡെല്ലാം കഴിച്ചിട്ട് ഇവിടുന്ന് പാർസൽ ഓൾറെഡി പറഞ്ഞു. ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ പറഞ്ഞു. കഴിച്ച് കഴിയുമ്പോഴേക്കും അത് വാങ്ങിച്ച് റെഡിയായി. അപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞ് വണ്ടി വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോണ വണ്ടി കണ്ടോ, ഉമ്മറയ്ക്ക് പോയിട്ട് തിരിച്ച് പോണ വണ്ടിയാണ് ദമാമിലേക്ക്. അതിൻ്റെ ഇടയിൽ വണ്ടി ഇവിടെ സൈഡാക്കി. കുറേ പച്ചക്കറി ഇവിടെ കണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് ഒന്ന് എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. എന്തൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കണമെന്ന് നോക്കാൻ. ഇതെന്താ സാധനം? മുരിങ്ങ, നല്ല ഫ്രഷ് മുരിങ്ങ കേട്ടോ. കുറേ ഇതെന്താ സാധനം? പാലയ്ക്ക്, ചീര, ചുവപ്പ് ചീര വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം മുരിങ്ങ. ഈ വലിയ വലിയ മരം കാണുന്നൊക്കെ മുരിങ്ങ. അപ്പുറത്ത് കണ്ടോ പയറുണ്ട്, ജർജർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് പാലയ്ക്കാട്ടോ. അപ്പുറത്തല്ല ജർജറുണ്ട്. ഈ വലിയ വലിയ മുരിങ്ങ ഇതാണ്. ഇങ്ങനെ ഇത് കണ്ടില്ലേ, വലിയ ഹൈറ്റ് ഇല്ല നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ കണ്ടില്ലേ, മുരിങ്ങേൻ്റെ ഇതാ കൃഷി തന്നെ വെച്ചിരിക്കണം. മുരിങ്ങൻ്റെ വലിയ വലിയ അത് നല്ല സെറ്റ് മുരിങ്ങ കേട്ടോ. ഫ്രഷ് സാധനം കണ്ടോ. നമ്മൾ വണ്ടി അതുകൊണ്ട് അവിടെ കാണും. വണ്ടി അവിടെ സൈഡാക്കിയിട്ടുണ്ട്. അതാണ്ട മലയോരം കണ്ട ആ അപ്പുറത്ത്, ആ റോഡിൻ്റെ അപ്പുറത്താണ്. ആ സൈഡിൽ ഇതേമാതിരി കുറേ പച്ചക്കറി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ചുകൂരം അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. രണ്ട് സൈഡും ഉണ്ട്. ഇവിടെ കുറച്ച് ബംഗാളികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് ഇവിടെ എന്താ പരിപാടി നോക്കാം. ഇവിടെ ബോറൊക്കെ ഇട്ടിരിക്കണണ്ട, ചാല് പോലെ ആക്കിക്കണം വെള്ളം വരാൻ വേണ്ടിയിട്ട്. എല്ലാം പച്ചക്കറി കയറണ്ടല്ലേ. ഇവിടെ കുറേ ബംഗാളീസ്, ഇവരാണ് ഇതൊക്കെ നോക്കുന്നത്, ഈ പച്ചക്കറി തോട്ടം. താഴത്തുണ്ടല്ലോ, താഴത്ത് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. താഴെയും പച്ചക്കറിയൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ താഴെ. ആ ബംഗാളികൾ ഇവിടെ ഉണ്ടല്ലോ. കുറേ ബംഗാളീസ് ഇവിടെയാണ്. ഇവരാണ് എല്ലാം സെറ്റാക്കുന്നത്. ഞാൻ ഇവരിനോട് ചോദിച്ചു ആദ്യം വണ്ടി അവിടെ നിർത്തി വന്നിട്ട് വീഡിയോ എടുക്കട്ടെ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. ഇവിടെ അവരവിടെ പണി തിരക്കില്ല. അങ്ങനെ ഇവരോട് ചോദിച്ചപ്പോൾ ഇവരെടുത്തോളാൻ പറഞ്ഞു. ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട്. കേബേജൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കേബേജ് ഉണ്ട്, പയറുണ്ട്, കുറേ ഐറ്റം ഉണ്ട് കേട്ടോ. ഇതിനോട് ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ ഒരു മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് ഇതിൻ്റെ അടുത്ത്. അവിടെ വന്ന് ഇവിടുന്ന് വലിയ മറ്റേ പിക്കപ്പിൽ വന്ന് വലിച്ചുകൊണ്ട് പോകുന്നു. നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി ഇനി വണ്ടിയിലേക്ക് പോവാണ്. അപ്പുറത്തുണ്ട്, അവിടെ നോക്കാം എന്തൊക്കെയാണെന്ന് സാധനം നോക്കാം. ഇതെന്താ ഐറ്റം? എന്താ അത്? ആ വെണ്ടയ്ക്ക ഉണ്ട്, വെണ്ടയ്ക്ക, പയറ്, തക്കാളി കണ്ടില്ലല്ലോ ഇവിടെ. തക്കാളി അപ്പുറത്തുണ്ട് തോന്നുന്നു, ആ സൈഡിൽ.
ആ സൈഡിൽ തക്കാളി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുറേ. ഇതെല്ലാം മുരിങ്ങ കേട്ടോ. ആ കാണുന്നതെല്ലാം മുരിങ്ങയാണ്. ആ വണ്ടി നിൽക്കണം നമ്മുടെ റോഡ് സൈഡ്. അപ്പുറത്തെ സൈഡിൽ നിർത്തിയിട്ട് വന്നാണ്. അത് കുറച്ച് ഒതുക്കി നിർത്തിയതാണ്. ഇവിടെ പോലീസ് ഈ ഭാഗത്ത് ഉണ്ടോയെന്ന് അറിയില്ല. വണ്ടി എന്തായാലും കുറച്ച് സൈഡാക്കിയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ആ വണ്ടി വരുന്ന വണ്ടിയാണ് കേട്ടോ. അവിടുന്ന് ജിദ്ദയിലേക്ക് പോണ വണ്ടിയാണ്. അവിടുന്ന് വരുന്ന വണ്ടിയാണ്. റിയാദിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. അത് ജിദ്ദയിലേക്ക് പോകണം, നമ്മൾ റിയാദിലേക്ക് പോകണം. റിയാദ് പിന്നെ ദമാം. എന്ത് ഭംഗിയല്ലേ ഈ സൈഡ് നോക്കിയാൽ. മലയോരത്ത് നല്ല സെറ്റായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ സൈഡിലും ഉണ്ട് കുറേ പച്ചക്കറി വെച്ചിട്ടുണ്ട്. അങ്ങനെ വണ്ടി നിർത്തി, പരിപാടി കഴിഞ്ഞു, വണ്ടി വിടുക.